അവൈലബിൾ ആയിട്ട് വരുന്നത്. പിന്നെ നോ ബ്ലോക്ക്ഡ് അക്കൗണ്ട്, നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണ്ട, ജർമ്മനീനെ പോലെ നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണ്ട, ജസ്റ്റ് ഒന്ന് ഫണ്ട് കാണിച്ചാൽ മതി അക്കൗണ്ടിൽ. പിന്നെ ഷെങ്കൻ വിസയാണ് കിട്ടുന്നത്, എല്ലാവർക്കും അറിയാം. ഷെങ്കൻ വിസ നമുക്ക് 29 കൺട്രിയിലോട്ട് ട്രാവൽ പെർമിറ്റും കൂടിയാണ് ഈ ഷെങ്കൻ വിസ എന്ന് പറയുന്നത്. പിന്നെ ഡിപ്പെൻഡന്റ് അലൗഡ് ആണ്, സ്പൗസും നമുക്ക് അലൗഡ് ആണ്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു 3 മാസം ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് സ്പൗസിന്റെ ചെയ്ത് തുടങ്ങാം കേട്ടോ, വിസക്ക് വേണ്ടിയുള്ളത്. പിന്നെ പാർട്ട് ടൈം വർക്ക് അവൈലബിൾ ആണ്, 20 hours ആണ് പാർട്ട് ടൈം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പെർ വീക്ക് കേട്ടോ. പിന്നെ ഓസ്ട്രിയയുടെ ഓസ്ട്രിയയുടെ ഒരു ഗുഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കൺട്രീസിലും നമുക്ക് 1 year സാലറി ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഓസ്ട്രിയയിൽ നമുക്ക് 14 month സാലറി എന്ന് വെച്ചാൽ 2 month അഡീഷണൽ സാലറി കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. വെക്കേഷൻ പീരീഡ് ആയാലും നമുക്ക് ബോണസ് ആയാലും ഒക്കെ നമുക്ക് 14 month സാലറി നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോ APS ടെസ്റ്റ് എക്സാം ഇതൊന്നും ബാച്ചിലർ പ്രോഗ്രാംസിന് നമുക്ക് വേണ്ട. പിന്നെ ജർമ്മൻ ലാംഗ്വേജ് വേണ്ട, ഇംഗ്ലീഷ് തോട്ട് പ്രോഗ്രാം ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കൂടിയും ഓസ്ട്രിയ ആണ്, നിങ്ങൾക്ക് അറിയാലോ, ജർമ്മനിയുടെ തൊട്ട് താഴെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പോയാൽ ഏറ്റവും ബെറ്റർ. സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും വേണ്ട, പക്ഷേ A1 A2 ലെവൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് അറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും ഗുണം ഉണ്ടാവുക. എന്താന്ന് വെച്ചാൽ നമുക്ക് അവിടെ പാർട്ട് ടൈം കിട്ടാനായാലും നല്ല സാലറിക്കൊക്കെ നമ്മുടെ ജർമ്മൻ ലാംഗ്വേജ് നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഹൈ വിസ സക്സസ് റേഷ്യോ ആണ് ഓസ്ട്രിയക്ക്. ഇതാണ് പോപ്പുലർ ബ്രാൻഡ്സ് വരുന്നത് ഓസ്ട്രിയന്റെ. റെഡ് ബുൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ, റെഡ് ബുള്ളൊക്കെ, അതൊക്കെ നമ്മുടെ ഓസ്ട്രിയന്റെ പോപ്പുലർ ബ്രാൻഡ്സ് ആണ്. ഇനി പബ്ലിക് യൂണിവേഴ്സിറ്റി ആണ് ഈ കാണിച്ചേക്കുന്നത്. കൂടുതൽ കുട്ടികൾ എടുക്കുന്നതും അവിടുത്തെ മോസ്റ്റ് റാങ്കിങ് വരുന്ന, വേൾഡിലെ തന്നെ റാങ്കിങ് വരുന്ന യൂണിവേഴ്സിറ്റിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് വിയന്ന, അതുപോലെ തന്നെ വിയന്ന യൂണിവേഴ്സിറ്റി ഓഫ് എക്കണോമിക്സ് ആൻഡ് ബിസിനസ്, യൂണിവേഴ്സിറ്റി ഓഫ് ലിബോൺ, യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗൻഫോർട്ട്, ഗ്രാസ് യൂണിവേഴ്സിറ്റി ആൻഡ് JKU. ഇതൊക്കെയാണ് കൂടുതലും കുട്ടികൾ ചൂസ് ചെയ്യുന്നതും വേൾഡിലെ റാങ്കിങ്ങിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇനിയുണ്ട് യൂണിവേഴ്സിറ്റി, നമ്മൾ ഇത് കുറച്ചേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഓസ്ട്രിയന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് പറയാൻ പോകുന്നത്. ഹൈ റാങ്കിങ് പബ്ലിക് യൂണിവേഴ്സിറ്റി ആണ് വരുന്നത്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്. പിന്നെ നമ്മൾ ഇംഗ്ലീഷ് തോട്ട് പ്രോഗ്രാംസ് ആണ് എടുക്കുന്നത്. പിന്നെ ഏറ്റവും ഗുഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ട്യൂഷൻ ഫീസ്. കുട്ടികൾ ഏറ്റവും കൂടുതൽ നോക്കുന്നതും അത് തന്നെയാണ്, അഫോർഡബിൾ ട്യൂഷൻ ഫീസ്. അത് നമുക്ക് 350 to 750 euros ആണ് നമുക്ക് ട്യൂഷൻ ഫീസ് വരുന്നത്. ഏകദേശം നമ്മുടെ ഇവിടുത്തെ ഒരു 70,000-80,000 രൂപയാണ് നമുക്ക് വരുന്നത്. അത് ബാച്ചിലർ പ്രോഗ്രാം ആയാലും മാസ്റ്റർ പ്രോഗ്രാം ആയാലും നമുക്ക് 750 euros ആണ് വരുന്നത് കേട്ടോ. പിന്നെ ഇൻടേക്ക് വരുന്നത് ഒക്ടോബർ ആൻഡ് മാർച്ച് ആണ് ഇൻടേക്ക് വരുന്നത്. പബ്ലിക് യൂണിവേഴ്സിറ്റി ആണ്. അതുപോലെ തന്നെ ഞാൻ പറയാം, എപ്പോഴേ നമ്മൾ നേരത്തെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഓസ്ട്രിയയിലോട്ട് ഓഫർ ലെറ്റർ കിട്ടാൻ വേണ്ടി വരുള്ളൂ. എന്താന്ന് വെച്ചാൽ ഓഫർ ലെറ്റർ ഏകദേശം നമുക്ക് ഒരു 3 മാസം വരെ ടൈം പീരീഡ് ഉണ്ട്. പിന്നെ അതിന്റെ ഓവറോൾ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 9 month എങ്കിലും നമുക്ക് ആവും. അപ്പൊ കുട്ടികളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഒക്ടോബർ ഇൻടേക്ക് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ജാനുവരി തന്നെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിംഗ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുക. അല്ല മാർച്ച് ഇൻടേക്ക് ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ജൂണിലെ അതിന്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുക. എന്താന്ന് വെച്ചാൽ പബ്ലിക് യൂണിവേഴ്സിറ്റി ആണ്, നമുക്ക് അത്യാവശ്യം ടൈം എടുക്കുന്ന പീരീഡ് ആണ് കേട്ടോ. പ്രോസസ്സിംഗ് ടൈം അത്യാവശ്യം എടുക്കും. പിന്നെ സ്കോളർഷിപ്പ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അറിയാം, 750 euros ആണ് നമുക്ക് ട്യൂഷൻ ഫീസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കോളർഷിപ്പ് നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് യൂണിവേഴ്സിറ്റി 750 euros വെച്ചേക്കുന്നത്. പക്ഷേ കുട്ടികൾ ചിലവർ ചോദിക്കാറുണ്ട് സ്കോളർഷിപ്പ് ഉണ്ടോ എന്നുള്ളത്. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റി ആണ്, ചില ഡിപ്പെൻസ് ഓൺ യൂണിവേഴ്സിറ്റി നമുക്ക് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് നിങ്ങൾ അന്വേഷിച്ചാൽ സ്കോളർഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി കിട്ടും. അത് ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ചാണ് സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഫീസ് ഞാൻ പറഞ്ഞു 750 euros, അത് പെർ സെമസ്റ്റർ ആണ് കേട്ടോ 750 euros വരുന്നത്. പിന്നെ ഹൈ ക്വാളിറ്റി ലൈഫ് ആണ്, നമുക്ക് ഫ്ലെക്സിബിൾ ആണ്, പിന്നെ ഗ്ലോബൽ നെറ്റ്വർക്കിംഗ് ആണ്, ഇതൊക്കെയാണ്. പിന്നെ പ്രോഗ്രാംസ്, നമ്മുടെ ഓസ്ട്രിയന്റെ പബ്ലിക് യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ബാച്ചിലർ പ്രോഗ്രാംസിൽ വരുന്ന പ്രോഗ്രാംസ് AI, കെമിസ്ട്രി, ബയോളജി, എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ്, മാർക്കറ്റിംഗ്, റോബോട്ടിക്സ്, ബിസിനസ് ആൻഡ് എക്കണോമിക്സ്, ഹെൽത്ത്, കമ്പ്യൂട്ടർ സയൻസ്, ഇതൊക്കെയാണ് ബാച്ചിലർ പ്രോഗ്രാംസ് നമുക്ക് വരുന്നത്.
മാസ്റ്റർ പ്രോഗ്രാംസിൽ വരുന്നത് എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ്, കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്നോളജി, കെമിസ്ട്രി, ബിസിനസ് ആൻഡ് എക്കണോമിക്സ്, ഫിസിക്സ്, ബിസിനസ് അനലിറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പൊളിറ്റിക്സ്. ഇത്രയും പ്രോഗ്രാംസ് ആണ് മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ്. പിന്നെ ഹു ക്യാൻ സ്റ്റഡി ഇൻ ഓസ്ട്രിയ? ബാച്ചിലേഴ്സ് ആയാലും മാസ്റ്റേഴ്സ് ആയാലും എൻട്രി റിക്വയർമെന്റ് എന്ന് പറയുന്നത് 60%. എന്തായാലും 60% നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലോട്ട് ഒരു 100% ഉറപ്പ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ 59 ഒക്കെ ഇടാം, ഇടണമെങ്കിൽ പോലും നമുക്ക് IELTS നല്ലൊരു സ്കോർ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. പക്ഷെ എല്ലാ പിള്ളേരുടെ അടുത്തും പറയുന്നത് 60% വേണം. എന്താന്ന് വെച്ചാൽ അത്രയും ആപ്ലിക്കേഷൻസ് ആയിരിക്കും ഓസ്ട്രിയക്ക് പോകണം. എന്താ വെച്ചാൽ അഫോർഡബിൾ ട്യൂഷൻ ഫീസ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ എല്ലാവരും ചൂസ് ചെയ്യുന്ന കൺട്രിയാണ്. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത് ജർമ്മനിയാണ്. അപ്പൊ അതിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പിള്ളേര് നോക്കണോണ്ട് തന്നെ നമുക്ക് 60% അല്ലെങ്കിൽ 60% ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. പിന്നെ IELTS നമുക്ക് ഓവറോൾ 6.5 to 7 വേണം. അത് കൂട്ടിയിട്ടേക്കുമാണ് 6 വെച്ച് നമുക്ക് എടുക്കാം. ബട്ട് എങ്കിൽ പോലും 2 or 1 യൂണിവേഴ്സിറ്റിയിലായിരിക്കും 6 വെച്ച് നമുക്ക് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ 6.5 അല്ലെങ്കിൽ 7 ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയിലോട്ടും, ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയിലോട്ടും, പബ്ലിക് യൂണിവേഴ്സിറ്റിയിലോട്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ 12th പ്ലസ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും. ഓസ്ട്രിയ പബ്ലിക് യൂണിവേഴ്സിറ്റി 12th പ്ലസ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ 12th കഴിഞ്ഞ കുട്ടികൾക്ക്, ബാച്ചിലർ പ്രോഗ്രാം എടുക്കാൻ പോകുന്ന കുട്ടികൾക്ക് സപ്ലിമെന്ററി എക്സാം വരാറുണ്ട്. അത് ഡിപ്പെൻസ് ഓൺ യൂണിവേഴ്സിറ്റി ആണ്. നമ്മൾ എടുക്കുന്ന പ്രോഗ്രാം അനുസരിച്ച് തന്നെയാണ് സപ്ലിമെന്ററി എക്സാം വരുന്നത്. അതുപോലെ ഈ ഡിപ്ലോമ 12th പ്ലസ് ഡിപ്ലോമ ഉള്ള കുട്ടികൾക്ക് സപ്ലിമെന്ററി എക്സാം വേണ്ട കേട്ടോ. പിന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബാച്ചിലർ പ്രോഗ്രാമിന് 13 years വരെ എടുക്കാം. 13 years ഇത്തിരി റിസ്ക് ആണ്. അതിലും താഴെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. എന്താണെന്ന് വെച്ചാൽ പബ്ലിക് യൂണിവേഴ്സിറ്റി ആണ്. അപ്പൊ അതിലും താഴെ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ PG പ്രോഗ്രാമിനാണെങ്കിൽ 40 വയസ്സ് വരെ എടുക്കാം. ബട്ട് 40ലും താഴെ ആണെങ്കിൽ ഇത്രയും കൂടി നല്ലത്. എന്താണെന്ന് വെച്ചാൽ പബ്ലിക് യൂണിവേഴ്സിറ്റി ആണ്, അത്രയും പ്രൊഫൈൽ വരുന്നത്. അപ്പൊ നമ്മൾ അതിന് 14 years ആവാതെ നേരത്തെ തന്നെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ഓസ്ട്രിയക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലോട്ട് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോസ്ലി വേണം, അപ്പോസ്ലിയും IELTSും വേണം. ബട്ട് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യണ സമയത്ത് നമുക്ക് IELTSും അതുപോലെ തന്നെ അപ്പോസ്ലി ചെയ്ത ഡോക്യുമെന്റ്സും മാൻഡേറ്ററി അല്ല. ഇപ്പോൾ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ വേണ്ടി അത് ആവശ്യമില്ല. പക്ഷെ ആപ്ലിക്കേഷൻ ഫുൾ സബ്മിറ്റ് ആവണമെങ്കിൽ നമുക്ക് അപ്പോസ്ലിയും അതുപോലെ തന്നെ IELTSും എന്തായാലും മാൻഡേറ്ററി ആണ്, അത് നമുക്ക് വേണം. അതുപോലെ തന്നെ അപ്പോസ്ലി ചെയ്യുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 10th സർട്ടിഫിക്കറ്റ് വേണം, 12th വേണം, ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം, ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, ട്രാൻസ്ക്രിപ്റ്റ് വേണം. ഇപ്പൊ 12th ഉള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് 10th, 12th ബർത്ത് സർട്ടിഫിക്കറ്റും മതി. ഡിഗ്രി ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും ട്രാൻസ്ക്രിപ്റ്റും നമുക്ക് വേണം. പിന്നെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഡോക്യുമെന്റ്സ് വേണ്ടത് 10th സർട്ടിഫിക്കറ്റ് വേണം, 12th വേണം, IELTS സ്കോർ കാർഡ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ MOE വെച്ച് നമുക്ക് ചെയ്യാം. ഡിപ്ലോമ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിൽ അത് വെക്കാം. LOR 2 വേണം. യൂറോപ്പോ CV വേണം. യൂറോപ്പോ CV എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ CV അല്ല, അത് നമുക്ക് ഒരു ലിങ്ക് തരാം നിങ്ങൾ കുട്ടികൾക്ക്. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്താൽ നമുക്ക് അത് യൂറോപ്പോ CV ആയിട്ട് കിട്ടും. അതാണ് വേണ്ടത്. പാസ്പോർട്ട് വേണം, ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ 2 വേണം, പാരന്റ്സ് ബേസിക് ഡീറ്റെയിൽസും നമുക്ക് വേണം. ഇതുപോലെ തന്നെയാണ് മാസ്റ്റർ പ്രോഗ്രാമിന് പക്ഷെ നമുക്ക് ഇത്രയും കൂടി ഡോക്യുമെന്റ് 2 ഡോക്യുമെന്റ് എക്സ്ട്രാ വരുന്നുണ്ട്. അത് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും ട്രാൻസ്ക്രിപ്റ്റും. ഇനിയും ഇത്രയും ഞാൻ പറഞ്ഞു. ഇനിയും ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. ഇത് നമ്മുടെ ഓസ്ട്രിയന്റെ ഒരു ഫെസ്റ്റിവൽ ആണ്. അവിടെ കൂടുതലും ടൂറിസ്റ്റ് ആയാലും ആളുകളും വരുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് കേട്ടോ. അപ്പോ ഈ ഒരു പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാവോ ഇത് ഏത് ഫെസ്റ്റിവൽ ആയിരിക്കും എന്നുള്ളത്? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാവോ? ആർക്കെങ്കിലും അറിയോ? ഈ ഒരു പിക്ചർ കണ്ടിട്ടൊന്ന് പറയാവോ?
ഒരാള് ഇട്ടിട്ടുണ്ടായിരുന്നു കറക്റ്റ്. ഓക്കെ, ഞാൻ പറയാട്ടോ. സ്കൈ എന്ന് പറയും. സ്കൈ എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ ആണ് അവിടെ മോസ്റ്റ്ലി പീപ്പിൾസ് എൻജോയ് ചെയ്യുന്നതും അവിടെ ഓസ്ട്രിയന്റെ ഒരു ഫെസ്റ്റിവൽ ആയിട്ട് അവര് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് കേട്ടോ ഇത്. ഇനി ഫണ്ട് റിക്വയർമെന്റ് വരുന്നത് നമുക്ക് ലിവിങ് എക്സ്പെൻസ് കാണിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ കൺട്രീസിനെയും പോലെ നമുക്കൊരു 11, 12 അങ്ങനെ ഏജ് അനുസരിച്ചാണ് നമുക്ക് കാണിക്കേണ്ടത് കേട്ടോ. അപ്പോൾ 24 വയസ്സ്, ഒരു 24 വയസ്സിന് താഴെ ആണെങ്കിൽ നമുക്കൊരു 12, 13 ലക്ഷവും 24 വയസ്സിന് മേളിലാണെങ്കിൽ നമുക്കൊരു 17 to 18 ലക്ഷവുമാണ് നമുക്ക് ഫണ്ട് കാണിക്കേണ്ടത്. അത് ജസ്റ്റ് ഷോ കാണിച്ചാൽ മതി, നോ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആയിട്ടൊന്നും നമുക്ക് കാണിക്കേണ്ട. പിന്നെ സ്പോൺസേഴ്സ് അലൗഡ് ആണ്. പാരന്റ്സിന്റെ അക്കൗണ്ടിൽ കാണിക്കാം, സ്പൗസ് കാണിക്കാം, സിബ്ലിങ്സിലും കാണിക്കാം. പിന്നെ നമുക്ക് ലാസ്റ്റ് 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്തായാലും വേണം. 3 ഇയർ ITR വേണം. പിന്നെ നമ്മുടെ എംബസി വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതും അവിടെയായിരുന്നു കേട്ടോ. പിന്നെ വിസ ഫീസ് വരുന്നുണ്ട്, ഒരു 13,000 രൂപയാണ് വരുന്നത്. പിന്നെ ട്രാവൽ ഇൻഷുറൻസ് വരുന്നുണ്ട്, ഒരു 6,500 രൂപ വരുന്നുണ്ട്. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജ് ഒരു 50,000-ന്റെ ഉള്ളിൽ വരുന്നുണ്ട്. പിന്നെ അക്കോമഡേഷൻ ഒരു 1 to 2 lakh നമുക്ക് കയ്യിൽ പിടിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ പോകാൻ വേണ്ടി. അക്കോമഡേഷൻ വരുന്നുണ്ട്. പിന്നെ ഡമ്മി ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് എടുക്കേണ്ടി വരാറുണ്ട്. പിന്നെ ഇത് ഇത്രയും പറഞ്ഞത് ഇപ്പൊ പബ്ലിക് യൂണിവേഴ്സിറ്റി ആണ്. ഇനി പറയാൻ പോകുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിനെ കുറിച്ചാണ് കേട്ടോ. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ ആ കൂടി 3 ചെയ്യുന്നുള്ളൂ. മൊഡ്യൂൾ യൂണിവേഴ്സിറ്റി, ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ ആൻഡ് വെബ്സ്റ്റർ വിയറ്റ്നാം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. ഈ 3 യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ബാച്ചിലർ പ്രോഗ്രാംസ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ്, സൈക്കോളജി, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, ഡാറ്റാ സയൻസ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. ഇത്രയും പ്രോഗ്രാംസ് ആണ് ബാച്ചിലർ പ്രോഗ്രാംസ് വരുന്നത്. മാസ്റ്റർ പ്രോഗ്രാംസ് ഏതൊക്കെയെന്ന് വെച്ചാൽ MBA പ്രോഗ്രാംസ് വരാറുണ്ട്. ഡാറ്റാ സയൻസ്, ഇന്റർനാഷണൽ ടൂറിസം മാനേജ്മെന്റ്, സൈക്കോളജി, മാർക്കറ്റിംഗ്. ഇത്രയും പ്രോഗ്രാംസ് ആണ് മാസ്റ്റേഴ്സ് വരുന്നത്. ഇനി എൻട്രി റിക്വയർമെന്റ്. ഓസ്ട്രിയ ഞാൻ പറഞ്ഞായിരുന്നു, പബ്ലിക് യൂണിവേഴ്സിറ്റി ആയാലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയാലും പെർസെന്റേജ് അത്യാവശ്യം ഉണ്ടാവണം. 60% തന്നെയാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും പറയുന്നത്. പിന്നെ 55 എടുക്കാം, ബട്ട് അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. 55 വെച്ച് എടുത്താൽ പോലും എന്താ പറയാ, കുട്ടികള് പെർസെന്റേജും അതുപോലെ തന്നെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും ഓസ്ട്രിയ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയാലും ആപ്ലിക്കേഷൻ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് IELTS ലാംഗ്വേജ് വേണം. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ GMAT അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതെന്തായാലും നിർബന്ധമായിട്ടും വെച്ചിരിക്കാം. പിന്നെ IELTS UG പ്രോഗ്രാം ആണെങ്കിൽ 6 വേണം. PG ആണെങ്കിൽ 6.5 ആണ് നമുക്ക് വേണ്ടത്. ട്യൂഷൻ ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ബാച്ചിലർ പ്രോഗ്രാംസ് ആണെങ്കിൽ ഒരു 15,400 തൊട്ട് ഒരു 23 എമൗണ്ട് ആണ്, യൂറോസ് ആണ് വരുന്നത്. മാസ്റ്റേഴ്സ് ആണെങ്കിൽ ഒരു 12,000 to 21,000 യൂറോസ് ആണ് നമുക്ക് കോഴ്സ് ഫീസ് വരുന്നത്. അത് പെർ സെമസ്റ്റർ ആണ് കേട്ടോ. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് വരാറുണ്ട്, അത് ഡിപ്പെൻഡ്സ് ഓൺ യൂണിവേഴ്സിറ്റി ആണ്. അത് 100 യൂറോസ് ആണ് നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. പിന്നെ ഇൻടേക്ക് എന്ന് പറഞ്ഞത് നമുക്ക് സെപ്റ്റംബറും ഫെബ്രുവരി ഇൻടേക്ക് ആണ് വരുന്നത്. ഇനി ഇത് ഓസ്ട്രിയന്റെ ഗുഡ് പോയിന്റ് ആണ് ഈ ഒരു കാണിച്ചേക്കുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഓഫർ ലെറ്റർ ആണ് കേട്ടോ കാണിച്ചേക്കുന്നത്. പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെ ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഇൻടേക്ക് അല്ലെങ്കിൽ 3 ഇൻടേക്ക് വരെ നമുക്ക് ഈ ഓഫർ ലെറ്റർ യൂസ് ചെയ്യാം. എല്ലാ കൺട്രീസിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. എല്ലായിടത്തും നമുക്ക് റെഫർ ചെയ്താലും നമുക്ക് പുതിയൊരു ഓഫർ ലെറ്റർ എടുക്കണം. പക്ഷേ ഓസ്ട്രിയക്ക് പുതിയത് എടുക്കണ്ട. നമ്മൾ ഏത് ഇൻടേക്കിനാണോ അല്ലെങ്കിൽ ഏത് ഓഫർ ലെറ്റർ ആണോ എടുത്തേക്കുന്നത് ആ ഓഫർ ലെറ്റർ വെച്ച് നമുക്ക് 2 അല്ലെങ്കിൽ 3 ഇൻടേക്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വിസ പാർട്ടാണ് പറയുന്നത്. കംപ്ലീറ്റ് വിസ ആപ്ലിക്കേഷൻ ഫോം അത് നമുക്ക് വേണം. പിന്നെ വാലിഡ് പാസ്പോർട്ട് ആയിരിക്കണം, കളർ ഫോട്ടോ ആയിരിക്കണം, അതുപോലെ ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ് എന്തായാലും വേണം, കവറിംഗ് ലെറ്റർ വേണം, ഓഫർ ലെറ്റർ വേണം, ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ PCC വേണം. ഇതൊക്കെയാണ് നമുക്ക് വിസ പാർട്ടിൽ വരുന്നത്. ഇനി ഓവറോൾ പ്രോസസ് ആണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്യുമെന്റേഷൻ കളക്ഷൻ ചെയ്യും. ഡോക്യുമെന്റ് സോർട്ട് ഔട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോസസ്സിലോട്ട് പോകും. ആപ്ലിക്കേഷൻ പ്രോസസ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ IELTS ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യം MOE വെച്ച് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ചില കുട്ടികൾക്ക് IELTS ഉണ്ടാവും. അത് IELTS ഉണ്ടെങ്കിൽ IELTS കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് പിന്നെ അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററിനാണ് വെയിറ്റ് ചെയ്യേണ്ടി വരിക.
അല്ല IELTS ഇല്ലാത്ത കുട്ടികളാണ്, എഴുതിയിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് IELTSും കൂടി സബ്മിറ്റ് ചെയ്യാൻ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണ് നമുക്ക് വരുന്നത് കേട്ടോ. അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി പേയ്മെന്റ് ചെയ്യണം. അത് ഡിപ്പെൻഡ്സ് ഓൺ യൂണിവേഴ്സിറ്റി ആണ്. ചില യൂണിവേഴ്സിറ്റി നമുക്ക് ഇവിടുന്ന് അടക്കാനുള്ള ഇത് തരും, മെയിലിൽ നമുക്ക് അയക്കും. അല്ല ചില യൂണിവേഴ്സിറ്റി ഡിപ്പെൻസ് ആണ്, അത് നമ്മൾ അവിടെ ചെന്നിട്ട് ഓസ്ട്രിയ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പിന്നെ RP കാർഡ് സബ്മിഷൻ, അത് ഡൽഹിയിലാണ് വരുന്നത്. അത് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ എന്തായാലും പോകേണ്ടി വരും. അത് കഴിഞ്ഞ് RP കാർഡ് അപ്രൂവ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്ന വിസയാണ്, DVC ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ വരുന്നത് BSc നഴ്സിംഗ്. എല്ലാ കുട്ടികളും എൻക്വയറി ചെയ്യുന്നതാണ് BSc നഴ്സിംഗ്. BSc നഴ്സിംഗിന്റെ ഇതാണ് ഇപ്പൊ പറയുന്നത് കേട്ടോ. ഡിഗ്രി കോഴ്സാണ്, ഇന്റർനാഷണലി വാലിഡ് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ. രജിസ്റ്റർ നഴ്സ് ആവാം, സ്റ്റേഫൻഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, പാർട്ട് ടൈം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ 12th നമുക്ക് ബയോളജി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ B2 ഫുൾ മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, എങ്കിലാണ് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാംസിന്റെ കുട്ടികളെക്കാട്ടും സാലറി നമുക്ക് BSc നഴ്സിംഗ് പ്രോഗ്രാമുകാർക്ക് നല്ലൊരു സാലറിയാണ് കിട്ടുന്നത്, ഹൈ സാലറിയാണ് കിട്ടുന്നത്. പിന്നെ അഫോർഡബിൾ ട്യൂഷൻ ഫീസ് ആണ് വരുന്നത്. നമുക്കൊരു ട്യൂഷൻ ഫീസ് 750 യൂറോസ് ആണ് പെർ സെമസ്റ്റർ ഫീസ് വരുന്നത്. സ്റ്റേ ബാക്ക് അവർക്ക് ഉണ്ട്, 1 ഇയർ സ്റ്റേ ബാക്ക് ആണ് വരുന്നത്. സാലറി എന്ന് പറഞ്ഞത് ഒരു 2500 തൊട്ട് 4000 യൂറോ പെർ മന്ത് കിട്ടും. ഒരു ഏകദേശം ഒരു 2.5 ലക്ഷം തൊട്ട് 4 ലക്ഷം വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇന്റർവ്യൂ ഉണ്ടാവും, അത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ടാവും കേട്ടോ. പിന്നെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല, നോ IELTS നമുക്ക് വേണ്ട. ഇനി നമ്മുടെ സർവീസ്, ക്യാമ്പലിന്റെ സർവീസ് ആണ് പറയുന്നത്. നമുക്ക് പ്രൊഫൈൽ ഇവാലുവേഷൻ ഉണ്ട്, ഷോർട്ട് ലിസ്റ്റ് ഓഫ് കോഴ്സ് ഉണ്ട്, ഓഫർ ലെറ്റർ ആപ്ലിക്കേഷൻ ഉണ്ട്, SOP അസിസ്റ്റൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഉണ്ട്, ക്രെഡിബിലിറ്റി ഇന്റർവ്യൂ മോക്ക് ആൻഡ് പ്രിപ്പറേഷൻ ഉണ്ട്, വിസ അസിസ്റ്റൻസ് ഉണ്ട്, അക്കോമഡേഷൻ ആൻഡ് ഫോറസ്റ്റ് അസിസ്റ്റൻസ് ഉണ്ട്, ടിക്കറ്റ് ചാർജ് അസിസ്റ്റൻസ് ഉണ്ട്, എയർപോർട്ട് പിക്കപ്പ് ഉണ്ട്. വെച്ചാൽ ഒരു കുട്ടി നമ്മളെ ക്യാമ്പലിൽ ഒരു കുട്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് പറഞ്ഞ ഏറ്റവും അവസാനം വരെയുള്ള പാർട്ട് വരെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ പ്രൊഫൈൽ നോക്കി അവർ എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾ കോഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. കോഴ്സ് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യും. ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് SOPയും അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നോക്കി കുട്ടികളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അവര് ഓസ്ട്രിയ എത്തണ വരെയുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ അവരുടെ ഫോളോ അപ്പും നമ്മൾ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുമ്പോൾ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നമുക്ക് 3 മാസം വരെ ഓഫർ ലെറ്റർ കിട്ടാൻ ടൈം എടുക്കും. അപ്പൊ ആരും അതോർത്ത് ഇതാക്കണ്ട. കുറെ കുട്ടികൾ ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചി എന്തായെന്ന് ചോദിച്ച് വരാറുണ്ട്. അപ്പൊ പറയാണ്, നമുക്ക് ഓസ്ട്രിയ പബ്ലിക് ആണ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും നമുക്കൊരു 3 മാസം ഓഫർ ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പ്രൈവറ്റ് ആണെങ്കിൽ നമുക്ക് 1 മാസം വരെ മതി, ടൈമിനുള്ളിൽ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടും. ഇനിയും നമ്മുടെ സർവീസ് ചാർജ് ആണ് പറയുന്നത്. പബ്ലിക് ആണെങ്കിൽ നമുക്ക് 2.5ഉം പ്രൈവറ്റ് ആണെങ്കിൽ 1500 ആണ് നമ്മുടെ ചാർജസ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഓസ്ട്രിയന്റെ പബ്ലിക്കിന്റെയും പ്രൈവറ്റിന്റെയും അതുപോലെ തന്നെ BSc നഴ്സിംഗിനെയും കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ഇതാക്കിയിട്ട് ഒന്ന് ചോദിക്കാം കേട്ടോ. ഒരാൾ ചോദിച്ചിട്ടുണ്ട് സ്പോർട്സ് റിലേറ്റഡ് കോഴ്സ് ഉണ്ടാന്ന്. പക്ഷേ നമുക്ക് സ്പോർട്സ് റിലേറ്റഡ് കോഴ്സ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ബാച്ചിലർ പ്രോഗ്രാമിന്റെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്രയും പ്രോഗ്രാംസ് പബ്ലിക് ആണെങ്കിൽ അത്രയും പ്രോഗ്രാംസേ വരുന്നുള്ളൂ. ഓക്കെ, ഒരാൾ ചോദിച്ചിട്ടുണ്ട് 6.28 CPA ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റും. 62% അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, പോസിബിൾ ആണ്. ഓസ്ട്രിയ പബ്ലിക് യൂണിവേഴ്സിറ്റി. എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ ഒക്കെ എന്തായിരുന്നു? നമുക്ക് ഫീസ് വരുന്നത് 750 യൂറോസ് ആണ് നമുക്ക് ഫീസ് വരുന്നത്. പക്ഷെ അത് നമുക്ക് ചില ഡിപ്പെൻഡ്സ് ഓൺ യൂണിവേഴ്സിറ്റി ആണ്. ചില യൂണിവേഴ്സിറ്റി നമുക്ക് അവിടെ ചെന്നിട്ട് അടച്ചാൽ മതി, ചിലത് നമുക്ക് ഇവിടുന്ന് മെയിൽ അയക്കും, ഇവിടുന്ന് അയക്കാൻ പറയും, അങ്ങനെ വരുന്നത്.
26 ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ക്ലോസ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് മാർച്ച് ഇൻടേക്കിലോട്ടാണ്. മാർച്ച് 26 ഇപ്പോൾ ഓപ്പൺ ആണ്. ആപ്ലിക്കേഷൻ മൂവ് ചെയ്യണമെങ്കിൽ ഇപ്പോഴേ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, BC ആയിരുന്നല്ലേ ക്വാളിഫിക്കേഷൻ. ഓക്കെ, ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പ്രോഗ്രാംസ് നമുക്ക് ഓസ്ട്രേലിയയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പബ്ലിക് യൂണിവേഴ്സിറ്റി നമുക്ക് ചെയ്യാം. BSc നഴ്സിംഗിന് 60% മതി, കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, BSc നഴ്സിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് B2 മൊഡ്യൂള് നമുക്ക് ഫുൾ മൊഡ്യൂള് കംപ്ലീറ്റ് ആയിരിക്കണം. പിന്നെ 12th ബയോളജി ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. സ്കോളർഷിപ്പ് ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് സ്കോളർഷിപ്പ് കൂടി കൂട്ടിയാണ് ഓസ്ട്രിയ പബ്ലിക് യൂണിവേഴ്സിറ്റി തരുന്നത്. 750 euros ആണ്. അത് എല്ലാ യൂണിവേഴ്സിറ്റിനെക്കാട്ടും എല്ലാ കൺട്രീസിനെക്കാട്ടും അഫോർഡബിൾ ആയിട്ടുള്ള ട്യൂഷൻ ഫീസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്കോളർഷിപ്പും കാര്യങ്ങളും അവൈലബിൾ അല്ല. ബട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി ചെന്ന് കഴിഞ്ഞ് കുട്ടികൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പ്, അവിടെയുള്ള സ്കോളർഷിപ്പ് നമുക്ക് അപ്ലൈ ചെയ്യാം. വിസ റിജക്ഷൻ ആണെങ്കിലാണ് നമുക്ക് റീഫണ്ടബിൾ വരുള്ളൂ. അത് ഒരു ചെറിയൊരു എമൗണ്ട് പിടിച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് എമൗണ്ട്. ഏജൻസി ഫീസ് ചാർജ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ഏജൻസി വരുന്നത്. പബ്ലിക് ആണെങ്കിൽ 2.5, പ്രൈവറ്റ് ആണെങ്കിൽ 1500. പബ്ലിക് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അക്കോമഡേഷൻ എല്ലാം നമ്മൾ ചെയ്തു തരും കേട്ടോ. അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇയർ ഗ്യാപ്പ്, നമുക്ക് ഇയർ ഗ്യാപ്പിൽ എന്താ ചെയ്യാ, എന്തായിരുന്നു ഏതിലായിരുന്നു ഇയർ ഗ്യാപ്പ് വന്നേ? എക്സ്പീരിയൻസ് നമുക്ക് ഇയർ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്കത് ഫില്ല് ചെയ്യാം. അത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. സെപ്റ്റംബർ ഇൻടേക്ക് നമുക്കിപ്പോ ക്ലോസ് ആയിട്ടുണ്ട്. 2026 ക്ലോസ് ആയി. നമുക്കിനി മാർച്ച് 26 ആണോ? ഓക്കെ, 26 ഓപ്പൺ ആണ് കേട്ടോ. ടോട്ടൽ നമുക്ക് ഒരു പോണ ചെലവ് ഓസ്ട്രിയയിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പോണ ടോട്ടൽ ചെലവ് എന്ന് പറഞ്ഞാൽ ഒരു 6.5, അതിന് താഴെ ആവുന്നുള്ളൂ. ഒരു 6.5 എന്തായാലും ആകും, ഇൻക്ലൂഡിങ് നമ്മുടെ സർവീസ് ചാർജ് ഉൾപ്പെടെ ആണ് കേട്ടോ പറയുന്നത്. 6.5. എന്താ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ജർമ്മനിയെക്കാട്ടും എന്തുകൊണ്ട് ഓസ്ട്രിയ ചൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ട്യൂഷൻ ഫീസ് ആണ് നമുക്ക് ഓസ്ട്രിയക്ക് വരുന്നത്. പിന്നെ സ്റ്റേ ബാക്ക് 1 year സ്റ്റേ ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് നമുക്ക് വേണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ നോ ബ്ലോക്ക്ഡ് അക്കൗണ്ട്. ഇതാണ് കുട്ടികൾ ചൂസ് ചെയ്യാൻ കാര്യം. ഇവിടെ ചെന്ന് കഴിഞ്ഞ് കുട്ടികൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഓരോ കുട്ടികളായാലും ഇപ്പൊ ചിലവര് ഡിപ്പെൻസ് ആണ്, ചിലവർ അവിടെ തന്നെ നിൽക്കാറുണ്ട്. ചില കുട്ടികൾ ഇപ്പൊ ലാംഗ്വേജ് ഒക്കെ ഇപ്പൊ നമ്മൾ ഓസ്ട്രിയയാണല്ലോ പോകുന്നത്, ലാംഗ്വേജ് ഒക്കെ അത്യാവശ്യം അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്റ്റേ ബാക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ അവര് ജർമ്മനിലോട്ട് മൂവ് ചെയ്യാറാണ് പതിവ്. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പെൻസ് ആണ്. ചില യൂണിവേഴ്സിറ്റിയിലൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ ഫീസിൽ അത് വാങ്ങുന്നത്, ഇൻക്ലൂഡിങ് ചെയ്താണ് അത് വാങ്ങുന്നത് കേട്ടോ, ആപ്ലിക്കേഷൻ ഫീസ്. ഓക്കെ, നമുക്ക് ഏജൻസി ഫീസ് ഫസ്റ്റ് നമുക്ക് പേയ്മെന്റ് വരുന്നത് 25,000 ആണ്. അത് തന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ പറ്റും. അത് ഇൻക്ലൂഡിങ് യൂണിവേഴ്സിറ്റി പബ്ലിക് യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ ഫീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ 25 വാങ്ങുന്നത് കേട്ടോ. അത് നമുക്ക് ഒരു നിങ്ങൾക്ക് പ്രോഗ്രാംസ് നമ്മൾ അയച്ചു തരും. ആ പ്രോഗ്രാംസിൽ എല്ലാ യൂണിവേഴ്സിറ്റിയിലോട്ടും തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യും. ഒരാള് വേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാംസിനും അതുപോലെ തന്നെ BSc നഴ്സിംഗിനും ആണ് വേജസ് വരാം കേട്ടോ. അതെ, 3 year ITR മസ്റ്റ് ആണ്, നമുക്ക് വേണം കേട്ടോ. വിസക്ക് നമുക്ക് വെക്കുമ്പോഴത്തേക്ക് എന്തായാലും ITR വേണം. പക്ഷെ അത് ഇപ്പൊ എടുത്താലും മതി. ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വിസ പാർട്ടിന് മുമ്പായിട്ട് നമുക്ക് ITR എടുത്താൽ മതി. അത് നമ്മൾ ചെയ്തു തരും. ഇല്ല, നമ്മൾ ഓസ്ട്രിയ മാത്രമല്ല ചെയ്യുന്നത്, എല്ലാ യൂറോപ്യൻ കൺട്രീസും ഷെങ്കൻ കൺട്രീസും നമ്മൾ ചെയ്യുന്നുണ്ട്.
അയർലൻഡ്, UK, കാനഡ, സ്വിറ്റ്സർലൻഡ്, അതുപോലെ തന്നെ ഫ്രാൻസ്, ജർമ്മനി, എല്ലാ കൺട്രീസും നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷ് വെച്ച് നമുക്ക് പാർട്ട് ടൈം ജോബ് കിട്ടും. ബട്ട് നല്ലൊരു സാലറി ഏൺ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു പാർട്ട് ടൈം കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ജസ്റ്റ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക. A1 A2 ലെവൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. Currently any students are going now? Yes, ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ പ്രോസസ്സിംഗിൽ നിൽക്കുന്ന കുറെ കുട്ടികളുണ്ട്. അവർക്ക് ഓഫർ ലെറ്റർ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓഫർ ലെറ്റർ നമുക്കൊരു 3 മാസം പിടിക്കും. ഒരു കുട്ടിക്ക് ഇപ്പൊ വന്നിട്ടുള്ളൂ. ആളിപ്പോ പേയ്മെന്റ് ഒക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഞാൻ എന്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ ചോദിക്കാം. വേറെ കൺട്രി ഡീറ്റെയിൽസും കോഴ്സ് ഡീറ്റെയിൽസും വേണോന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ നമ്പറിലോട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഇതാണ് വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. 9074982881 ആണ് നമ്പർ. മെഡിക്കൽ ഇൻഷുറൻസ് മതി കേട്ടോ നമുക്ക്. വിസ ഇന്റർവ്യൂസ് അത് എല്ലാ കൺട്രീസിനെ പോലെ ജസ്റ്റ് ഒരു എൻക്വയറി അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇന്റർവ്യൂസ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല. ആർക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ. അല്ല ഇപ്പൊ ഇതിൽ ചോദിക്കാൻ മടിയുണ്ട് എങ്കിൽ ഞാൻ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്പറിൽ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ കോൾ ചെയ്താലേ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാം കേട്ടോ. BSc നഴ്സിംഗ് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. BSc നഴ്സിംഗിലോട്ട് ഇവിടുന്ന് എല്ലാം ശരിയാക്കി. ഓക്കെ, നമ്മളെല്ലാം റെഡിയാക്കി തരാം കേട്ടോ. അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് അയക്കാം. ഓക്കെ, എല്ലാവരും ഡൗട്ട് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഓരോരുത്തരുടെ കൗൺസിലിന്റെ നമ്പർ ഉണ്ടല്ലോ, അവരുടെ ഡീറ്റെയിൽസ് ചോദിക്കുക, അവർ ഷെയർ ചെയ്ത് തരും. ഓക്കെ, നമുക്ക് പ്രസന്റേഷൻ എടുത്ത് തന്ന നമ്മുടെ റോഷനയ്ക്ക് നമുക്ക് താങ്ക്സ് പറഞ്ഞ് നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഈ സെക്ഷൻ. താങ്ക് യു.